വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ എന്നോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നത് ഫിനാലേക്ക് പോകുന്നുണ്ടോ എന്നായിരുന്നു. സോ യെസ്, ഫൈനലി ഞാൻ ഫിനാലേക്ക് പോകുന്നുണ്ട്. അപ്പം നാളെയാണ് ഫിനാലേക്ക് പോകുന്നത്. തേർഡിന് രാവിലെ 8:50 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ വീണ്ടും രണ്ടാമത് ഞാൻ ബിഗ് ബോസിന് വേണ്ടി പാക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം പാക്ക് ചെയ്ത വീഡിയോ ഞാൻ വേണമെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇടാം, കോമഡി ഇടണം. അപ്പോൾ ഇപ്രാവശ്യം പാക്ക് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നു 7 ദിവസത്തെ പരിപാടീസാണ്. 10th റിട്ടേൺ വരുന്നത്. ലൈറ്റ് ഇല്ല ആക്ച്വലി. അപ്പം ഞാൻ പാക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ബൈ. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നലത്തെ പാക്കിങ് കഴിഞ്ഞു. പിന്നെ എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ബട്ട് നമ്മൾ കറക്റ്റ് സമയത്ത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ കത്തിച്ച് പോകുന്നുണ്ട് 100-110. ഇവിടെ നിന്ന് ഒരാളിരുന്ന് നല്ല ഉറക്കം. എയർപോർട്ടിൽ പ്രവീൺ 7:30 എന്തോ ചെക്ക് ഇൻ ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ അവിടെ മീഡിയാസ് ഉണ്ടെന്ന് പറയുന്നു. എനിക്കറിയില്ല. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഗൈസ് മീഡിയ ടീം. ഹായ് പറയൂ എല്ലാവരും. അതെ, ബൈ ബൈ. ഗൈസ് ആക്ച്വലി എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ എൻ്റെ മീഡിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എല്ലാവരും മുഖം മറിച്ചിരിക്കാം. ആക്ച്വലി ഫ്ലൈറ്റ് വീണ്ടും ഡിലേ. 11:10 എടുക്കേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. ഇപ്പം 12:45 ഡിലേ. എനിക്കറിയില്ല. ഞാൻ പിന്നെ മീഡിയാസിന് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ 9:30 ആയിട്ടുള്ളൂ. 9:30 മുതൽ 12:45 വരെ ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. ഐ ആം പോസ്റ്റ്. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് പിന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റ് തന്നു. അയ്യോ, എനിക്കറിയില്ല. ഞാനും റെന ഫാത്തിമയ്ക്ക് ഒന്നിച്ച് ഒരു ക്യാബിലായിരുന്നു പോവേണ്ടിയിരുന്നത്. പക്ഷേ ഡിലേ ആയി. ഇപ്പോൾ ഞാനിനി സിംഗിളായിട്ട് പോകേണ്ടി വരും. സോ ഹായ്, ഞാൻ ചെന്നൈയിലെത്തി. ക്യാബിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നിട്ട് ഒരു 45 minutes ഉണ്ട് ഹോട്ടലിലേക്ക്. ഷടപെടാന്നായിരിക്കും, കാരണം ഞാൻ കയറേണ്ട ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അവരൊരു ഓർഡർ ചെയ്ത് വെക്കുന്നുണ്ടാവല്ലോ. പൊതുവേ റൂൾ ബ്രേക്കിംഗ് ആണല്ലോ എൻ്റെ ഹോബി. പക്ഷേ ടു ബി ഹോണസ്റ്റ് മെൻ്റലി ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് എത്തുന്തോറും എന്തോ ഒരു നെഗറ്റീവ് ഫീൽ. ഐ ഡോണ്ട് നോ വൈ. എനിക്കറിയില്ല അതിനകത്തുള്ള എനർജിയിൽ എങ്ങനെ നിൽക്കാൻ പറ്റും എന്നെനിക്ക് ടെൻഷൻ. എന്തോ എൻ്റെ മൂഡ് ശരിയാവുന്നില്ല ഗൈസ്. എനിക്ക് പറ്റുന്നില്ല. പോയി നോക്കാം. അങ്ങനെ സ്റ്റുഡിയോ എത്തി. പക്ഷെ ഗൈസ് എന്തോ ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിനൊരു സുഖമില്ല. എനിക്ക് പറ്റുന്നില്ല. ആക്ച്വലി എന്തോ സെറ്റാവുന്നില്ല. ഓ, ഇതാ തമിഴ് ബിഗ് ബോസ് ഗൈസ്. അത് തമിഴ് ബിഗ് ബോസ്. ഓ, ഫ്ലോർ எல்லா பிக் பாஸுமே இங்கயா? தமிழ் இது விஜய் ஸ்டார் விஜய் அது ஸ்டார் விஜய். ஓ, ஜி தமிழ். ഓ ഓക്കേ. എന്തല്ല ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടുന്നു ഗൈസ്. ഞാൻ ഈ വീഡിയോ ഇടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ക്യാരവാനിൽ എത്തി. ഇപ്പം ലഗേജ് ചെക്കിങ് പരിപാടീസൊക്കെ ഉണ്ട്. സെറ്റാവുന്നില്ല. എൻ്റെ മൈൻഡോട്ട് ഓക്കെ അല്ല. ഞാൻ ഓക്കെ ആയിരുന്നു. എയർപോർട്ടിൽ കണ്ടപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തോ ട്രോമ പോലെ എനിക്ക് സെറ്റാവുന്നില്ല. ഓടിപ്പോയാലോ?
ഞാനിപ്പോൾ ഹൗസിൽ കയറാൻ പോവാണ്, ഫോണും സാധനങ്ങളൊക്കെ കൊടുക്കാൻ പോകണം. അപ്പം ചൊവ്വാഴ്ചത്തെ ലൈവിലും എപ്പിസോഡിലും കാണാൻ പറ്റും. എന്താകും എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. എല്ലാവരും എൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കണം.